ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് 6ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ കണ്ടാലോ. നമുക്ക് ഇടത്താഴം മുതൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ 3:30 എഴുന്നേറ്റിട്ടായിരുന്നു. കിച്ചു അമ്മും വിളിച്ച ഉടനെ എഴുന്നേറ്റ് വന്നു. അക്കു എഴുന്നേറ്റില്ല, ലാസ്റ്റ് അക്കുവിനെ പോയി വിളിക്കുകയാണ് കേട്ടോ. അവർക്ക് ഞാനിന്ന് ബ്രെഡും ഓംപ്ലേറ്റൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയത്. പിന്നെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈവനിങ്ങിലാണ് കാണിക്കുന്നത്. ഇതാണ് ഞാൻ സ്നാക്സ് മേടിക്കുന്ന കട. അപ്പം അങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്ന് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു 5 മണിയായപ്പോഴാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നപ്പോൾ തന്നെ മക്കളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ കുറച്ച് ജോലിയൊക്കെ ഒതുക്കി വെച്ച് ഫ്രൂട്ട്സൊക്കെ അവർ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വന്ന് പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഞങ്ങളിന്ന് ചിക്കൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ചിക്കൻ മുളകിട്ടതൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി. ലേറ്റായി വന്നത് കാരണം പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ ഇന്ന് ടൈം കിട്ടില്ല ഗൈസ്. പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ച് ഊതൊക്കെ പുകച്ചു കേട്ടോ, ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എനിക്കൊരു സ്മെല്ല് വന്നെങ്കിൽ പെട്ടെന്നൊരു എനർജി കിട്ടും കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ. അങ്ങനെ വാട്ടർമെലണും വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. പിന്നെ ആപ്പിളും പൈനാപ്പിളും എല്ലാം പെട്ടെന്ന് മക്കൾ തന്നെ കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. അവരെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ വന്നപ്പോൾ സമൂസയും പപ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉഴുന്നുവടയും കാബജിയൊക്കെ, അതൊക്കെ ജസ്റ്റ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി. പിന്നെ ഇത് ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാത്തവർ എൻ്റെ വീഡിയോയിലുണ്ട്, പോയി ഇത് കണ്ടു നോക്കും കേട്ടോ. പിന്നെ അങ്ങനെ കഞ്ഞിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പെട്ടെന്ന് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. പുതിനയില ചട്നിയും അതുപോലെ തന്നെ മയോണൈസും ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ സവാളയും കുറച്ച് നാരങ്ങയൊക്കെ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് തേങ്ങാ ചട്നി ഉണ്ടാക്കി കേട്ടോ. ഇതെല്ലാം നമുക്ക് മുക്കി കഴിക്കണ്ട, അതിന് വേണ്ടിയാണ്. അങ്ങനെ എല്ലാം ഒന്ന് ഞാൻ സെറ്റാക്കി വെച്ചു. പിന്നെ കിച്ചുവാണ് എനിക്ക് പോമോ ജ്യൂസ് അടിച്ച് തന്നത്. അപ്പോൾ അതിനെനിക്ക് സമയമില്ലാത്തത് കാരണം കിച്ചു തന്നെ എല്ലാം പോമോ ഒക്കെ എടുത്ത് ജ്യൂസൊക്കെ അടിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ചായയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ഒഴിച്ചു വെച്ചു. അപ്പോഴേക്കും തന്നെ സമയം 6 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മൂനോട് പറഞ്ഞു എല്ലാം ടേബിളിൻ്റെ പുറത്തുകൊണ്ടേ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ. അങ്ങനെ അമ്മു എല്ലാം സെറ്റ് ചെയ്തു. പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്തപ്പോൾ തന്നെ കിച്ചുവാണ് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു, ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഫാദി നോമ്പ് തുറക്കാനില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു വരത്തില്ല എന്ന്. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ചെയ്ത് വെച്ചപ്പോഴാണ് വരത്തില്ലെന്ന് പറഞ്ഞത്. അങ്ങനെയെല്ലാം ഞങ്ങൾ പിന്നെ നോമ്പ് തുറക്കുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാം ബാങ്ക് വിളിക്കുന്ന കേട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നീട് ഞങ്ങൾ നമസ്കരിക്കുകയും ഖുർആൻ ഓതുകയൊക്കെ ചെയ്തു. എന്നിട്ട് മക്കൾ താഴെ പോയി വണ്ടിയൊക്കെ കഴുകുകയാണ്. അപ്പോൾ ഇക്ക ഫോൺ ചെയ്ത് പറഞ്ഞു വണ്ടിയൊക്കെ ഒന്ന് കഴുകി വെക്കണമെന്ന്. അങ്ങനെ കിച്ചു ബൈക്കെല്ലാം കഴുകി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചു എൻ്റെ സ്കൂട്ടിയും കൂടെ ഒന്ന് കഴുകിത്താന്ന് പറഞ്ഞു. അങ്ങനെ കഴുകി. പിന്നെ അക്കു അമ്മ കൂടെ റോഡിൽ നിന്ന് ഡാൻസ് ചെയ്യുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അമ്മു പള്ളിയിൽ പോകാൻ വേണ്ടി ഭർത്തായും മക്കനെയൊക്കെ എടുത്ത് ഇടുകയാണ് കേട്ടോ, ഇട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് എനിക്ക് ഉമ്മ തന്നില്ല. അപ്പോൾ പോയിട്ട് തിരിച്ച് കയറി വന്ന് എനിക്കൊരു ഉമ്മ ഒക്കെ തന്നിട്ട് പോയി. അപ്പം കിച്ചു അക്കും ഇന്ന് ലേറ്റായാണ് പോയത്. കാരണം ഇവർ വണ്ടിയൊക്കെ കഴുകിയിട്ട് കയറി മേളിലോട്ട് വരിക. സ്പീക്കറൊക്കെ കൊണ്ടുപോയാണ് വണ്ടി കഴുകുന്നത് കേട്ടോ, പാട്ടൊക്കെ കേട്ടോണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിന് എന്നെ കളിയാക്കുക കിച്ചു കണ്ട. അങ്ങനെ വന്നതിന് ശേഷം അക്കു കുറച്ച് നേരം ജൂലിയുമായിട്ട് ഡാൻസ്. അക്കുവിന് എപ്പോഴും ഡാൻസേ ഉള്ളൂ. ജൂലിയായിട്ട് ഡാൻസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു. മുണ്ടൊക്കെ എടുത്തോണ്ടാണ് ഇപ്പോൾ രണ്ടുപേരും പള്ളിയിലൊക്കെ പോകുന്നത്. ഭയങ്കര സ്റ്റൈലിന് വേണ്ടി മുണ്ടൊക്കെ എടുത്തോണ്ട് പോയി. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേന് അങ്ങനെയൊക്കെ എന്നെ കാണിച്ച് കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പോയതിന് ശേഷം ഞാൻ പിന്നെ നിസ്കരിച്ചിട്ട് വന്ന് പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പം ജൂലി ഭയങ്കര ഉറക്കം കേട്ടോ, ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ആരോ ബെല്ലടിക്കുന്നു, പോയി നോക്കിയപ്പോൾ എൻ്റെ അക്കൗട്ടൻ എനിക്കൊരു ഗ്ലാസ് ചായയുമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ തന്നെ അമ്മുവും വന്നിട്ടുണ്ട്. രണ്ടുപേരും ഇന്ന് ചായ കൊണ്ട് തന്നു കേട്ടോ. അക്കു കൊണ്ടുവന്നത് അമ്മു ഇന്ന് അറിഞ്ഞിട്ടില്ല. അത് കാരണം അമ്മു പുറകിൽ വന്ന് അമ്മുവും വന്ന് ചായയും ബിസ്ക്കറ്റും കൊണ്ടു തന്നു. രണ്ടുപേരും ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മറ്റേ സാധാരണ അക്കുട്ടൻ മാത്രമല്ലേ കൊണ്ടുവരത്തുള്ളൂ, ഇന്ന് അമ്മും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അക്കു ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് താഴെ കമത്തി ഇട്ടു കേട്ടോ. അത് കാരണം അക്കു തന്നെ വെള്ളം എടുത്തുകൊണ്ട് സ്റ്റെപ്പെല്ലാം കഴുകുകയാണ് കേട്ടോ. അവൻ തന്നെ കമത്തി ഒഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അവൻ തന്നെ കഴുകുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അല്ല ജോലി ചെയ്യാൻ നല്ല മിടുക്കരാണ് എൻ്റെ 3 മക്കളും കേട്ടോ. അതിനുശേഷം അവൻ എന്തോ ഒരു ബില്ലും കൊണ്ട് വരുന്നുണ്ട്. എന്തുവാന്ന് നോക്കിയപ്പോൾ നമ്മൾ പള്ളി കഞ്ഞി വെക്കാൻ കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ്. എനിക്ക് എന്തുവാന്ന് വായിക്കാൻ അറിയത്തില്ല, തമിഴല്ലേ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി, ഞങ്ങൾക്ക് എല്ലാവർക്കും പുട്ടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. അപ്പോൾ ഇവരൊക്കെ വരാൻ നേരത്തെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാത്രി 10:30 ആയപ്പോഴാണ് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്, കാരണം ചൂടോടെ കഴിക്കാമല്ലോ. ഞങ്ങൾ പിന്നെ വെളിയിൽ പോയി ഇക്കയെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇക്ക വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി. ഇക്ക വന്നു 10:45 ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ചിക്കൻ മുളകിട്ടതും പുട്ടും ബീഫ് കറിയും പിന്നെ കഞ്ഞിയും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നുണ്ട്. ബൈ ബൈ, താങ്ക് യു.